ഹായ് ഡിയേഴ്സ്, ഇന്നൊരു ചെറിയ ഈവനിങ് വ്ളോഗാണ്. ഞാനും എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയും ചേച്ചിയുടെ കസിനും ഒക്കെ ആയിട്ട് ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് താഴെ നല്ലൊരു സ്പോട്ടുണ്ട് എടുക്കാനായിട്ട്. പണ്ട് കണ്ടിട്ടുള്ളൊരു സ്പോട്ടാണ്, ഇപ്പോഴും അതിവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്നാലും അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി ഞങ്ങൾ ആദ്യം അങ്ങോട്ടാണ് പോയത്. പക്ഷേ അവിടെ പോകാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നത് കൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ വയലിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. കുറേ നാൾക്ക് ശേഷം കേട്ടോ ഈ വയലിലോട്ടൊക്കെ വരുന്നത്. തൊട്ട് താഴെയാണെങ്കിൽ പോലും ഞങ്ങളങ്ങനെ വരാറോ ഒന്നും ഇല്ല അങ്ങനെ വലുതായിട്ട്. പണ്ടൊക്കെ കുഞ്ഞുനാളിലൊക്കെ എപ്പോഴും വരുമായിരുന്നു. ഓണമൊക്കെ ആകുമ്പോൾ പൂക്കളമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നായിരുന്നു കൂടുതലും പൂവൊക്കെ പറിച്ചുകൊണ്ട് പോവുക. ഇപ്പോൾ പക്ഷേ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ പിള്ളേർ പോലും അങ്ങനെയൊന്നും കാണുന്നില്ല പോകുന്നതായിട്ട്. അങ്ങനെ നമ്മൾ ഈ വഴിയാണ് അങ്ങ് ആ തെങ്ങൊക്കെ നിൽക്കുന്ന അവിടെ പോയി എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഫുള്ള് ചേറായിരുന്നു. കണ്ട ചാടിക്കോ, ചാടി എന്നെ കൂടെ തള്ളിയിടരുത്. പിന്നെ റീൽസ് ആണല്ലോ മുഖ്യം, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സാഹസപ്പെട്ടിട്ടാണെങ്കിലും നേരെ ഇങ്ങ് ഇപ്പുറത്ത് ചാടി. നല്ല കാല് പുതയുന്നുണ്ടായിരുന്നു, നല്ല ചെളി ഉണ്ടായിരുന്നു. അവിടെ ഈ പോത്തിനെയൊക്കെ കെട്ടുന്ന സ്ഥലമായതുകൊണ്ട് നല്ല ചെളി ഉണ്ടായിരുന്നു. പിന്നെ ചാടി ഇപ്പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചെളിയൊന്നുമില്ല, നല്ല പരന്ന് പോച്ചയൊക്കെ കിടക്കുന്നത് കൊണ്ട് നല്ല പരന്ന് കിടക്കുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങളൊരു സന്ധ്യസമയം വൈകുന്നേരത്തോട് അടുത്തൊരു ടൈമിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വെട്ടത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആദ്യം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ച്, പിന്നെ വിചാരിച്ച് അപ്പുറത്തെ സൈഡാണ് കുറച്ചും കൂടി വെട്ടം തോന്നുന്നത്. അങ്ങനെ പിന്നെ നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ആ നടുക്കൂടെ കിടക്കുന്ന ആ വെള്ളം ഇത്രയും തോടിൻ്റെ കേട്ടോ. ഞാൻ ഈ വരമ്പത്ത് നിന്ന് വീഡിയോ എടുക്കാൻ അവരപ്പുറത്ത് പോയി കളിക്കാമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അപ്പോൾ ഈ പോത്തിൻ്റെ ഉടമസ്ഥൻ മാമൻ പറഞ്ഞു പോത്ത് വയലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അപ്പുറത്തോട്ട് തന്നെ ഇറങ്ങി നിന്നോളാൻ. അപ്പം ഞാനും ഇങ്ങ് ഇപ്പുറത്തോട്ട് വന്നു. കറക്റ്റ് ഞാൻ നിന്ന സ്ഥലത്താണ് ആ പോത്ത് ഇപ്പോൾ വയലൻ്റ് ആവുന്നത്. ശരിക്കും ഞാൻ അവിടെ നിന്നെങ്കിൽ അതെന്നെ അവിടെ ഇടിച്ച് താഴെ ഇട്ടേനെ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഞങ്ങൾക്ക് പേടിയായിരുന്നു അതിന് കെട്ടും പൊട്ടിച്ച് ഇങ്ങോട്ട് വരുമോ എന്നുള്ളത്. പിന്നെ ഇവരിങ്ങനെ കളിയാക്കുമായിരുന്നു, അവർ റെഡ് ഇട്ടേക്കുന്നു. പിന്നെ ഞാനും പോത്തും സെയിം കോസ്റ്റ്യൂമായിരുന്നു ഇട്ടിട്ടുള്ളത്. ഞാനും ബ്ലാക്ക്, പോത്ത് ബ്ലാക്ക് ആണല്ലോ. പിന്നെ പോത്തിൻ്റെ വഴിക്ക് പോയി. പിന്നെ ഞങ്ങൾ ഡാൻസൊക്കെ അവരുടെ റീൽസൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. കുറച്ച് നേരം റീൽസ് 3-4 ടേക്കോളം റീൽസൊക്കെ എടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേനെ വെട്ടമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല സമയം കെട്ട ഒരു നേരമായിരുന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അവിടെ നിൽക്കാൻ, ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇനി തിരിച്ച് പോകുന്നതായിരുന്നു ഭയങ്കര അടുത്ത ടാസ്ക്. ഈ പൊളവനൊക്കെ പോകുന്നതല്ലേ ഈ തോടിൻ്റെയൊക്കെ അടികൾ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ കൃത്ത് ഭയങ്കര ധൈര്യശാലിയാണ്. അവളാണ് ഫസ്റ്റ് എല്ലായിടത്തും ഇറങ്ങി ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പുറകെ ഇറങ്ങുന്നത്. പിന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ തിരിച്ച് വീണ്ടെടുത്ത് നടന്ന് ആ ചെറിയ കൂടെ തന്നെ നേരെ അപ്പുറത്തേക്ക് ഇറങ്ങുവാണ്. ഓരോ സൈഡിൽ ചവിട്ടുമ്പോഴും കാല് പൊതഞ്ഞ് താഴേക്കാണ് പോകുന്നത്. പിന്നെ നമ്മളെ ചേച്ചിയുടെ കൊച്ച് ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെയൊക്കെ വിളിച്ച് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ എത്തി കുഴഞ്ഞ കേട്ടോ ഏറ്റവും കയറിയിട്ട്. പിന്നെ നേരെ കുളിച്ച് അപ്പോൾ സാധനം മേടിക്കാൻ കടയിൽ പോകണമായിരുന്നു. അപ്പോൾ സാധനമൊക്കെ മേടിച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.